ഇന്ന് ഗൈസ് അപ്പോൾ ഇപ്പം സമയം 4:45. സോ നമ്മൾ അതിരാവിലെ എണീച്ചിട്ട് കൊളുക്കുമലയിൽ പോവാണ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ട്. അപ്പം നമ്മൾ ജീപ്പിനാണ് പോകുന്നത്. അവിടെ ജീപ്പും കാര്യങ്ങളുണ്ട്. സോ നമ്മളെല്ലാവരും റെഡിയായി. ഇനി ഇവിടുന്ന് ഇപ്പം ജീപ്പ് എടുക്കാൻ തുടങ്ങും. സോ കൊളുക്കുമലയിൽ സൺസെറ്റ് എന്ന് വെച്ചാൽ ഇത്രയും അടിപൊളി വ്യൂ ആയിരിക്കും. സോ അവിടെ എത്തിയിട്ട് നോക്കാം എങ്ങനെയുണ്ട്. ഇതൊക്കെ ഉണ്ട്. വിഷ്ണുവൊക്കെ പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ തൊപ്പിയൊക്കെ ഇട്ട് സെറ്റാണ്. നല്ല തണുപ്പുണ്ട്. ജീപ്പിനാണ് പോകുന്നത്. സോ നമ്മളെ റൂം നേരെ ഇറങ്ങുകയാണ്. ഫഹദിയുടെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് JBL പാട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. അതായത് നമുക്ക് ഈ ജീപ്പായിരിക്കും. സോ വേറെ ടീമുണ്ട്, അവർക്ക് വേറെ ജീപ്പ്. സോ അങ്ങനെ മിക്സ്ഡ് ആയിട്ടായിരിക്കും പോവുക. സോ നമ്മൾ മാക്സിമം എല്ലാവരും ഇപ്പുറത്തെ ബാക്കിൽ ജീപ്പിൽ കയറാൻ നോക്കും. ഫസ്റ്റ് ജീപ്പ് പോയി. ഇനി നമ്മളെ സെക്കൻഡ് ജീപ്പ് നമ്മളിവിടെ ഉണ്ട്. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്നാലോ? നമ്മളിവിടുന്ന് സ്റ്റാർട്ടായില്ലേ. ഈ ബ്രോ ആണ് നമ്മളെ ജീപ്പ് ഓടിക്കുന്നത്. ഓക്കെ, വരെല്ലാം ബാക്കിലുണ്ട്. സോ മമ്മയുടെ ഉണ്ട്. സോ നമുക്ക് നേരെ പോകാം. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കൊളുക്കുമലയിലെ ഓഫ് റോഡ് കയറാണ്. സോ ഇവിടെ എല്ലാം ജീപ്പ് നിർത്തിയിട്ടുണ്ട്. എന്തിനാണ് നിർത്തിയാൽ അറിയില്ല. പാസ് എടുക്കാനാണെന്ന് തോന്നുന്നു. സോ നമ്മൾ നേരെ ഓഫ് റോഡ് തുടങ്ങി നേരെ പോവാം. ഓക്കെ, ഞാൻ ഓഫ് റോഡാ. പിടിച്ചിരുന്നില്ലെങ്കിൽ തെറിച്ചു പോകും. ഇവിടുന്ന് ഇത്രയും ജീപ്പ് മുന്നിൽ പോകുന്നുണ്ട്. 350 ജീപ്പ് മറ്റേ ഉണ്ട് ഇവിടുന്ന്. ഓക്കെ, നമ്മളെ ഇത്രയും ജീപ്പ് മാത്രമല്ല, 350 ജീപ്പാണ് ഒരേ സമയം ഇവിടുന്ന് പോകുന്നത്. ഓക്കെ, സോ ഇതുപോലത്തെ ജീപ്പും കാര്യങ്ങളും ഉണ്ട്. സോ നേരെ പോവാം. ഓക്കെ, ഓഫ് റോഡും കാര്യങ്ങളും സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. അറിയാലോ, മഹീന്ദ്രൻ്റെ പഴയ ജീപ്പാണിത്. സിമ്പിളായിട്ട് കയറി പോകും. സോ ഇത്രയും സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. ഓക്കെ, ടോക്കൺ കൊടുക്കണം. അപ്പം ഇവിടുന്ന് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എൻട്രി ഉണ്ടോ. സോ ഇരിക്കുന്ന ചേട്ടന് നമ്മൾ ഇവിടുന്ന് ടോക്കൺ കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ ടോക്കൺ കൊടുക്കണം. സോ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടും. ഓക്കെ, അയ്യോ മലയാണ് നമ്മൾ കയറേണ്ടത്. ആട്ടി വിളഞ്ഞായിരിക്കും പോവാ. അയ്യോ ഗിയറിട്ടില്ലോ, മറ്റേ ലോഡ് വലിക്കുന്ന ഗിയറിട്ട്. എന്റെ മോനെ കേറി പോ നോക്കിയ. അയ്യോ ജീപ്പ് നിർത്തിയിട്ടില്ലേ. സോ ഫുള്ള് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഏതോ വണ്ടിക്ക് കംപ്ലൈന്റ് ആയിന്നാ തോന്നുന്നത്. അപ്പം ഇവിടെ എല്ലാം ഫുള്ള് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലേ. സോ ഇവിടുന്ന് തന്നെ സൺറൈസ് കാണേണ്ടി വരും. ഇങ്ങനെ അതാ വരുന്നുണ്ട് ചെറുതായിട്ട്. നല്ല താഴ്ചയാണ് ഇവിടുന്ന്. ഓക്കെ, ഓരോ ജീപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഓക്കെ, ദേശത്താറായി. തമിഴ്നാടിന്റെ മലനിരകളാണ് നിങ്ങൾ കാണുന്ന. ഇപ്പം വേറെ തന്നെ അടിപൊളിന്ന് വെച്ചാ ഒന്നും പറയാനില്ല. ഫസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇടാ ഫുള്ള് ജീപ്പൊക്കെ നിർത്തിയാണ്. ജീപ്പ് സ്റ്റാൻഡാ, പാർക്കിംഗ് ഏരിയ ഒക്കെ ഇടുക. സോ നമുക്ക് ഇതില് സോ നമുക്ക് നേരെ ഇതില് പോവാം. ഇവിടുന്നുള്ള വ്യൂ, ഇവിടെ എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്. എങ്ങോട്ട് ഏടെ നോക്കിയാലും വ്യൂ ആണ്. ഓ നമ്മുടെ ഈ വ്യൂ പോയിന്റ് നമ്മളെത്തി. ഇവിടെ നോക്കി കഴിഞ്ഞാ എങ്ങനെയുണ്ട് വ്യൂ ഞാൻ കാണിച്ചാ. ഇതാണ് ഇവിടുത്തെ അന്യായം വ്യൂ.
പക്ഷെ ശരിക്കും ഇതല്ല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സംഭവം. നമ്മള് റീൽസ് കണ്ട വേറെ, പക്ഷെ ഇതല്ല, ഇവിടെ കാണുന്ന ഇതല്ല. അപ്പം ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഫുള്ള് വ്യൂ, എങ്ങനെ നോക്കിയാലും വ്യൂ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇനി ബാക്കി എടുക്കാം, അതായിരിക്കും നല്ലത്. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, നമ്മള് പോകാൻ വെച്ച വ്യൂ ഇതല്ല ശരിക്കും. ഇവിടെ ഒരു അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമുണ്ട്, ഞാൻ റീൽസിലൊക്കെ കണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇറക്കിയത് വേറെ ഏത് വ്യൂവിലാണ്. എന്താ ചെയ്യല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയില്ല ഇവിടെയാണോ ആ വ്യൂ ഉള്ളത് അല്ലെങ്കിൽ അവിടെയാണോ ആ വ്യൂ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മളെ കൊണ്ടിറക്കി ഇവിടെയാണ് നല്ല വ്യൂ പോയിന്റ്. നമ്മ ഒരുമാതിരി കുഴപ്പമില്ല, ഈ വ്യൂ കുഴപ്പമില്ല. പക്ഷേ വലിയൊരു ഇത് പോരാ, നമ്മ പ്രതീക്ഷ വന്നതാ ആ വ്യൂ ആ. ഓക്കെ, ഇതിന്റെ മുകളിൽ വരെ കേറാന്നാ തോന്നുന്നത്. ഓക്കെ, ഇതാണ് വ്യൂ. സോ അപ്പുറത്ത് സൂര്യന്റെ വെളിച്ചം ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല, അങ്ങോട്ട് നോക്കാനും പറ്റുന്നില്ല, ഭയങ്കര വെളിച്ചാ. സോ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയൊക്കെ ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ട്, ഫുൾ ജീപ്പ് പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്, കാരണം എല്ലാവർക്കും വ്യൂ കാണാനും. സോ അതിൻ്റെ ടോപ്പിലെങ്ങാനും ആണ് നല്ല വ്യൂ എന്നാ തോന്നുന്നത്, അറിയില്ല. ഇനി നേരെ നടന്നിട്ട് ഇനി അവിടുന്ന് ഒരു വ്യൂ ആണ്. ഓക്കെ, ഇവർ മൂന്നാളും നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ജീപ്പ് ഡ്രൈവറെ കാണുന്നില്ല, ചെങ്ങായി വേറെ ഓട്ടം പോയി എന്നാ തോന്നുന്നേ. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ജീപ്പ് വന്നു. സോ നമ്മൾ നേരെ പോവാം. ഓക്കെ, സോ എല്ലാവരും കയറുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് വേറൊരു സ്പോട്ടിലേക്ക് പോവാണ്. സോ നേരെ പോവാം. ഇവരൊക്കെ പോയി മുന്നിലുണ്ട്. സോ നമുക്ക് നേരെ പോയി വെക്കാം. ഇതാണോ ആ മെയിൻ വ്യൂ എന്നുള്ളത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണെന്ന്. ഓക്കെ, നമ്മളങ്ങനെ വേറെ അടിപൊളി വ്യൂ പോയിന്റിലെത്തി. ഇതാണ് മെയിൻ വ്യൂ പോയിന്റ് എന്നാ. ഇവിടുന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് കൂടി. സോ ഗൈസ്, ഇവിടെ ഒരു സൂയിസൈഡ് നടന്നിനി കുറച്ച് നാളായിട്ട്. അതിൻ്റെ വീഡിയോയെല്ലാം വൈറലായിരുന്നു ഇൻസ്റ്റയിലും കാര്യങ്ങളെല്ലാം. അപ്പോൾ എവിടുന്നാണ് സൂയിസൈഡ് ചെയ്ത് ചങ്ങായി. എന്നിട്ട് ഇവിടുന്ന് അവർ ബോഡി റിക്കവർ ചെയ്തു. താഴെ എത്രയോ അടി താഴ്ചയായത്, എന്താല്ലേ. ഇവിടെയാണ് മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ്. നമ്മളെ ജീപ്പുകാരൻ അപ്പുറത്തെ ഏതോ ഒരു പൈതൽമല വ്യൂ പോയിന്റ് പോലെയുള്ള വ്യൂ പോയിന്റിൽ കൊണ്ടുപോയി പറ്റിച്ചു. ഇവിടെയാണ് വരണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചാൽ ഫുള്ള് വ്യൂ. അതാ വ്യൂ, ഇതാണ് ആ വ്യൂ. ഇതാ സോറി ഇതാണ് അടിപൊളി വ്യൂ. ഇതാ സൺറൈസിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് കിട്ടട്ടായിരുന്നു, പക്ഷേ മിസ്സായിപ്പോയി. അപ്പം നമ്മളിവിടെ നേരെ തിരിച്ച് കയറി പോവാണ്. ഫോട്ടോ എടുത്ത് തരാം. കഥക്കുന്നില്ലേ, നല്ല വൃത്തിക്ക് കഥക്കുന്നുണ്ട്. നമ്മൾ അവർ തിരക്കിലങ്ങ് ഓടിക്കയറി, നല്ല കഥപ്പ് എന്ന് വെച്ചാൽ നല്ല കഥപ്പാണ്. സോ നമുക്ക് ഇവിടെ നേരെ മുകളിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാവും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് തെന്നിപ്പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ കാര്യമില്ല, പിന്നെ നോക്കണ്ട, ശ്രദ്ധിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടുന്ന് ഇത്രയും താഴ്ചയിലാണ് പോവുക, ഇത്രയും മലനിരകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഫോണിൽ ചാർജില്ല, അതുകൊണ്ടാണ് നമ്മൾ നേരെ പോയിട്ട് താഴെ ഇറങ്ങിയിട്ട് ചാർജ് കുത്താൻ കുത്തും, അല്ലെങ്കിൽ നേരെ റൂമിലേക്ക് പോകും. ഓക്കെ, നേരെ തിരിച്ച് റൂമിൽ പോവാം. ബ്രോ തമിഴ്നാട്. സോ ബ്രോയുടെ പേര് അബു. സോ 2 ബ്രോണ് തമിഴ്നാട്ടിൽ. സോ ഇവര് ബ്രോ മലയാളം
മലയാളം ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ഫാൻ അല്ലേ? ഓൾവേസ് മലയാളം ഫിലിം ഫാൻ. അയ്യോ ரொம்ப பெரிய ബിഗ് ഫാൻ. ബിഗ് ഫാൻ. ആൾസോ കേരള ഇസ് ഗുഡ്. കേരള ആരെ ഏറ്റവും വെരി ഫാൻ ആരെ? മലയാളം കേരള മൂവി ആക്ടേഴ്സ് പീപ്പിൾസ് ആൾസോ സോ ഗുഡ്. ഓ കേരള പീപ്പിൾസ് ആൾസോ സോ ഗുഡ് എന്ന് പറഞ്ഞത്. പുള്ളിക്കാരൻ ബേസിൽ ജോസഫിന്റെ നല്ല ഫാനാണ്. ബേസിൽ ജോസഫിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? മഞ്ഞുമൽ ബോയ്സ് എല്ലാം മഞ്ജുമൽ ബോയ്സ് എല്ലാം കണ്ടു. സൂപ്പർ. അപ്പം നമുക്ക് തമിഴ്നാടിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ തമിഴ്നാട് ഈസ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നമ്മ നെയ്ബേഴ്സ്. ഓക്കെ വി ആർ നെയ്ബേഴ്സ്. സോ നമ്മൾ അങ്ങനെയാണ്. ഓക്കെ സോ അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് റൂമിലേക്ക് പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നോക്കണം, ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ അപ്പോൾ നമ്മൾ ട്രക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എറണാകുളത്തേക്ക് പോകും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യൂസ് നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നതായിരിക്കും. സോ അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാം. സോ ഇതിലും നല്ല വ്ളോഗായിട്ട് നടക്കണം. സോ ബൈ.